നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹക്കീം വധം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹ സമരത്തോട് സർക്കാർ കാണിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ നഗരത്തിൽ പൂർണ്ണം. ഹർത്താലിന്റെ ഭാഗമായി ദേശീയപാത ഉപരോധിച്ച സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അടിസ്ഥാന സൗകര്യക്കുറവിൽ വീർപ്പുമുട്ടി വെള്ളോറ ഹോമിയോ ആശുപത്രി. പൊതുജനങ്ങൾക്ക് ആശ്രയമായി മാറേണ്ട ആതുരാലയം രോഗശയ്യയിലായത് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ KSTP ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ നിർത്തിയത് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് തൃക്കരിപ്പൂരിൽ സർവകക്ഷി മൌനജാഥയും അനുസ്മരണ യോഗവും. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ആരംഭിച്ച NBS പുസ്തകോത്സവത്തിന് തിരക്കേറുന്നു. കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങൾ ആകർഷകമായ വിലക്കുറവിലാണ് പുസ്തകപ്രേമികൾക്കായി എത്തിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. ഹക്കീം വധം. കേസന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹ സമരത്തോടെ സർക്കാർ കാണിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ നഗരത്തിൽ പൂർണ്ണം. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. ഹക്കീം വധക്കേസ് പ്രതികളെ പിടികൂടുക അല്ലെങ്കിൽ കേസന്വേഷണം CBI ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സത്യാഗ്രഹ സമരം 78ാം ദിവസം പിന്നിട്ടു. ഈ സാഹചര്യത്തിലും സഹനസമരത്തോട് സർക്കാർ കാണിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ 12 മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ നഗരത്തിൽ പൂർണ്ണമായിരുന്നു. ഹർത്താൽ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു. വ്യാപാരി സംഘടനകൾ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിനാൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. അപൂർവം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത്. സർക്കാർ ഓഫീസുകളും വിദ്യാലയങ്ങളും അടഞ്ഞുകിടന്നു. പയ്യന്നൂരിലേക്ക് വരുന്ന ബസ്സുകളിൽ കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ പാലത്തറ പാലം വരെയും കണ്ണൂരിൽ നിന്നുള്ള ബസ്സുകൾ പെരുമ്പപാലം വരെയുമാണ് സർവീസ് നടത്തിയത്. തൃക്കരിപ്പൂർ വഴിയുള്ള ബസ്സുകൾ തൃക്കരിപ്പൂർ ടൗൺ വരെയും സർവീസ് നടത്തി. ഹർത്താലിന്റെ ഭാഗമായി സമരസമിതി പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. 2 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉപരോധം നടത്തിയവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. 31 പേർക്കെതിരെ കേസെടുത്തു. സമരപന്തലിൽ നിന്ന് പ്രകടനമായാണ് സമരസമിതി അംഗങ്ങൾ പെരുമ്പ ദേശീയപാതയിലെത്തിയത്. തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി റോഡിൽ കുത്തിയിരുന്നു. രാവിലെ 10 മണിയോടെ ആരംഭിച്ച ഉപരോധം 2 മണിക്കൂറോളം നീണ്ടുനിന്നു. തുടർന്ന് തളിപ്പറമ്പ് CI സുരേന്ദ്രൻ, ആലക്കോട് CI ജോൺ, പയ്യന്നൂർ CI PK മണി, വളപട്ടണം CI വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്തു നീക്കി. ഉപരോധത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ദീർഘദൂര ബസ്സുകളുടെ സർവീസിനെയും ഹർത്താൽ സാരമായി ബാധിച്ചു. സുരക്ഷ കണക്കിലെടുത്ത് നഗരസഭാ പരിധിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് സന്നാഹവും ശക്തമാക്കിയിരുന്നു. ഹക്കീം വധം. പയ്യന്നൂരിലെ ഹർത്താൽ മലയോര ജനങ്ങളെ സാരമായി ബാധിച്ചു. മലയോര പ്രദേശങ്ങളിലേക്ക് എത്താൻ പയ്യന്നൂരിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത് എന്നിരിക്കെ സ്വകാര്യ ബസ്സുകളുടെ അഭാവമാണ് മലയോര നിവാസികളെ ദുരിതത്തിലാഴ്ത്തിയത്. ജീപ്പുകളെയും ഓട്ടോറിക്ഷകളെയും സർക്കാർ ബസ് സർവീസുകളെയുമാണ് ജനങ്ങൾ ഹർത്താൽ ദിനത്തിൽ ആശ്രയിച്ചത്.
ഹക്കീം വധവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ നഗരസഭയിൽ നടത്തിയ ഹർത്താൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് മലയോര മേഖലയെയാണ്. ചെറുപുഴ, പുളിങ്ങോം, പാടിയോട്ടുചാൽ, പെരിങ്ങോം പ്രദേശത്തെ ജനങ്ങൾ പയ്യന്നൂരിൽ നിന്നുള്ള ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും ഓട്ടം നിർത്തിയതിനാൽ യാത്രക്കാർ പെരുവഴിയിലായി. മണിക്കൂറുകൾ ഇടവിട്ട് ഓടുന്ന KSRTC ബസ്സുകളും വല്ലപ്പോഴും വീണുകിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുന്ന സമാന്തര സർവീസുകളുമാണ് ഇവിടുത്തുകാർക്ക് ഏക ആശ്രയമായത്. എല്ലാ ടൗണുകളിലും മണിക്കൂറുകളോളമാണ് ദീർഘദൂര യാത്രക്കാർ കാത്തിരിക്കേണ്ടി വന്നത്. KSRTC ഡിപ്പോകളിലാണെങ്കിൽ സൂചികുത്താൻ പോലും ഇടമില്ലാത്ത തിരക്കും. കുറുന്തോട്ടിക്ക് വാദം വന്നു എന്ന ചൊല്ല് ഓർമ്മയിലെത്തും വിധം പരിതാപകരമാണ് വെള്ളോറ ഹോമിയോ ഡിസ്പെൻസറിയുടെ ഭൗതിക സൗകര്യങ്ങൾ. ഹോമിയോ മേഖല അവഗണിക്കപ്പെടുന്നു എന്ന ദീർഘകാല പരാതിയുടെ പ്രത്യക്ഷ തെളിവായും മനസ്സിലാക്കാം അടിസ്ഥാന സൗകര്യക്കുറവ് മൂലം വീർപ്പുമുട്ടുന്ന ഈ ആതുരാലയത്തിന്റെ രോഗാവസ്ഥയെ. ചുറ്റും കാടുമൂടി തകർന്നു തുടങ്ങിയ ഈ പഴഞ്ചൻ കെട്ടിടം ദൂരക്കാഴ്ചയിൽ നിത്യവും 100-നടുത്ത് ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ആതുരാലയമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. അത്രമേൽ ആതുരമാണ് ഈ ആതുരാലയത്തിന്റെ സ്ഥിതി. 2004 പ്രവർത്തനം തുടങ്ങിയ വെള്ളൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ ഇന്നത്തെ അവസ്ഥ ഇവിടെ ചികിത്സ തേടിയെത്തുന്ന രോഗികളെക്കാൾ ദയനീയമാണെന്ന് പറഞ്ഞാലും അധികമാവില്ല. വെള്ളോറ എന്ന മലയോര ഗ്രാമത്തിലെ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യർക്ക് ആശ്രയമായ ഈ ആതുരാലയത്തിന് പറയാൻ അവഗണനയുടെയും സർക്കാർ അനാസ്ഥയുടെയും കഥകൾ മാത്രമേയുള്ളൂ. യാത്രാ സൗകര്യവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും തുലവും കുറവായ മലയോര മേഖലയിലുള്ളവർക്ക് 2004 തുറന്നു കിട്ടിയ ഈ സ്ഥാപനം വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. ചെറിയ കുട്ടികൾ തൊട്ട് സ്കൂൾ വിദ്യാർത്ഥികളും വീട്ടമ്മമാരും പ്രായമേറിയവരും വിശ്വാസപൂർവ്വം ചികിത്സ തേടിയെത്തുന്ന ഈ ആതുരാലയം പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ തീർത്തും ദരിദ്രമാണ്. ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടമിന്ന് അകാല വാർദ്ധക്യം ബാധിച്ച് തകർച്ച നേരിടുകയാണ്. മഴവെള്ളം കിനിഞ്ഞിറങ്ങി ചുവരുകളിൽ കുളുപ്പും പായലും വ്രണിത ഭൂപടങ്ങൾ തീർത്തുവച്ചിരിക്കുന്നു. ഈർപ്പരഹിതമായിരിക്കേണ്ട മരുന്ന് സൂക്ഷിപ്പ് മുറിയിൽ ചോർന്നൊലിക്കുന്ന മഴവെള്ളം ബക്കറ്റുകളിൽ ശേഖരിക്കേണ്ടി വരുന്നു. മഴക്കാലമായാൽ രോഗികളുടെ എണ്ണം 50ഉം 60ഉം അതിലേറെയുമാകുന്ന ഇവിടെ ഒരു ഡോക്ടറെ പോലും സ്ഥിരമായി നിയമിക്കാൻ ആരോഗ്യവകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. ആശുപത്രിയിലേക്കുള്ള കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളത്തിനും തൊട്ടടുത്ത വിദ്യാലയത്തിലെ കിണറിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇവർ. കൺസൾട്ടിംഗ് മുറിയിലെ ഫാൻ ഓൺ ചെയ്താൽ സീലിംഗ് അടർന്നു വീഴുമെന്നതിനാൽ ഫാനിന് പൂർണ്ണ വിശ്രമം നൽകാൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്നവർ നിർബന്ധിതരായിരിക്കുന്നു. ജനാലകൾ മിക്കവാറും ചില്ലുപൊട്ടിയും പാളികൾ തകർന്നും അപകടനിലയിലാണ്. പരിസരമാകട്ടെ കാടുമൂടി ഇഴജന്തുക്കളുടെ വിഹാരഭൂമിയായി മാറിയിരിക്കുന്നു. ഇടയ്ക്കിടെ ഉഗ്രവിഷമുള്ള ഇഴജന്തുക്കൾ മുറിക്കുള്ളിലും കടന്നുകയറാറുണ്ടെന്ന് ജീവനക്കാർ ഭയം മറച്ചുപിടിച്ച് പറയുന്നു. ആശുപത്രി റെക്കോർഡുകൾ സൂക്ഷിക്കാനായുള്ളത് ഒരു മരയലമാര. അതുതന്നെ വെള്ളം ചോർന്ന് നനഞ്ഞു കുതിർന്ന് നാശാവസ്ഥയിലാണ്. സുരക്ഷിതമെന്നോ വെടിപ്പുള്ളതെന്നോ പറയാവുന്ന ഒരു മുറിയോ മൂലയോ ഈ കെട്ടിടത്തിനകത്തില്ല. നിവൃത്തികേടുകൊണ്ടാണ് ആളുകൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. ഡോക്ടർക്കും ജീവനക്കാർക്കും പറയാനുള്ളതും മറ്റൊന്നല്ല. ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും സ്ഥിരം ഡോക്ടറെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നൽകിയ നിവേദനങ്ങളും നടത്തിയ സമരങ്ങളും അധികൃതരുടെ ഉള്ളലിയിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരോ അതുപോലെ തന്നെ ഡോക്ടർമാരില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ മരുന്നുകളുടെ ലഭ്യത ഇല്ലാത്ത ഒരവസ്ഥ, അതുപോലെ തന്നെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വെള്ളം ചോർന്നൊലിക്കുന്ന സ്ഥിതിയിലേക്കാണ് ആശുപത്രിയുടെ കാര്യങ്ങൾ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ഥിരം ഡോക്ടറെ നിയമിക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഈ ഗവൺമെൻറ് നമ്മുടെ ഈ ഗവൺമെൻറ് ആശുപത്രികളെയെല്ലാം തകർക്കുന്ന നിലപാട് കുറേ കാലങ്ങളായിട്ട് ഈ 4 വർഷക്കാലം ഭരിച്ചെടുത്ത കാലം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഈ ഗവൺമെൻറ് ഡിസ്പെൻസറിയെ തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉൾനാട്ടുകാർക്ക് ഇത്രയും മതിയെന്ന പുച്ഛവും ധിക്കാരവും ഈ വിഷയത്തിലും നമ്മുടെ ഭരണകൂടവും ഉദ്യോഗസ്ഥ മേലാളരും ഇവിടെ ആവർത്തിക്കുക തന്നെയാണ്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ KSTP ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ നിർത്തിയത് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ഓവുചാലിന് മുകളിൽ സ്ലാബ് ഇടാത്തതിനാൽ നിരവധി യാത്രക്കാർക്കാണ് ഓവുചാലിൽ വീണ് പരിക്കേൽക്കുന്നത്. പാപ്പിനിശ്ശേരി പിലാത്തറ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പഴയങ്ങാടിയിൽ ഓവുചാൽ നിർമ്മിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്തെ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സ്റ്റാൻഡിലേക്ക് കയറുന്നതിനോട് ചേർന്നാണ് ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുന്നത്. മീറ്ററുകളോളം ദൂരത്തിൽ സ്ലാബിടാതെ ഓവുചാൽ തുറന്നുവെച്ച അവസ്ഥയിലുമാണ്. നിരവധി പേർക്കാണ് ഇതിൽ വീണ് ദിവസവും പരിക്കേൽക്കുന്നത്.
കൂർത്തുനിൽക്കുന്ന കമ്പികൾ ഏറെ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഓവുചാലിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയുമില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഓവുചാൽ പാതിവഴിയിൽ നിർത്തിയത് പഴയങ്ങാടിയിലെ വ്യാപാരികളെയും ഏറെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് തൃക്കരിപ്പൂരിൽ സർവകക്ഷി മൗനജാഥയും അനുശോചനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും അണിനിരുന്ന മൗനജാഥ വള്ളാപ്പ് റോഡ്, അർബൻ ബാങ്ക് റോഡ് എന്നിവ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന അനുശോചന പൊതുയോഗത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായി. വിദ്യാഭ്യാസപരമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു സമുദായത്തിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറ്റവും ഉന്നതമായ ഡിഗ്രി കരസ്ഥമാക്കി ചെറുപ്പപ്രായം മുതൽ തന്നെ ശാസ്ത്ര കുതുകിയായി വളർന്ന് ലോകത്തിനാകമാനം മാതൃകാ യോഗ്യനായ ഒരു ശാസ്ത്രജ്ഞനായി വളർന്നു. ഉന്നത ശ്രേണിയിലിരിക്കുമ്പോഴും ലാളിത്യത്തിന്റെയും സമൂർത്ത രൂപമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പറഞ്ഞു. ഞാൻ മരിച്ചാൽ അവധി നൽകാതെ കൂടുതൽ ജോലി ചെയ്യണമെന്ന് മുൻ രാഷ്ട്രപതിയുടെ അന്ത്യാഭിലാഷം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആഗസ്റ്റ് 2 ഞായറാഴ്ച പഞ്ചായത്ത് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുമെന്നും അനുശോചന പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് AGC ബഷീർ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ K. വെളുത്തമ്പു, P. കോരൻ മാസ്റ്റർ, KV ഗംഗാധരൻ, M. രാമചന്ദ്രൻ, മനോഹരൻ കുവാരത്ത്, M. ഗംഗാധരൻ, VK രവീന്ദ്രൻ, K. ഭാസ്കരൻ മാസ്റ്റർ, P. കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിൽ ഇക്കുറിയും നീലവസന്തമൊരുക്കി ക്യുട്ടിക്കുലേറിയ എന്ന കാക്കപ്പൂ വിരിഞ്ഞു നിൽക്കുന്നു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയെ നീലക്കുപ്പായമണിയിച്ച് യൂട്ടിക്കുലേറിയ എന്ന കാക്കപ്പൂ വിരിഞ്ഞു നിൽക്കുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ മാടായിപ്പാറയിൽ നീലപ്പട്ട് വിരിച്ചതാണെന്ന് തോന്നും. 360 ഏക്കർ നിറഞ്ഞു നിൽക്കുന്ന മാടായിപ്പാറ നിറയെ കാക്കപ്പൂക്കൾ. ശക്തമായ മഴയുടെ ആരംഭത്തോടെയാണ് കാക്കപ്പൂ വിരിയുന്നത്. ഓണക്കാലം കഴിയുന്നതുവരെ പാറയിൽ നീലപ്പൂക്കൾ നിറഞ്ഞു നിൽക്കും. മാടായിപ്പാറയിലെ ജൈവവൈവിധ്യം തേടി വിദൂരദേശങ്ങളിൽ നിന്നും സഞ്ചാരികൾ മാടായിപ്പാറയിൽ എത്തുന്നു. കാക്കപ്പൂ കൂടാതെ നീലത്തൊപ്പിക്കാരനായ ചൂത്, പാറനീലി, ആകാശനീലി, ദശപുഷ്പങ്ങളിൽ വരുന്ന കുഞ്ഞിക്കോളാമ്പി എന്നിവയും മാടായിപ്പാറയിൽ സമൃദ്ധമായി കണ്ടുവരുന്നു. ഋതുഭേദങ്ങൾക്കനുസരിച്ച് 4 പൂക്കാലങ്ങൾ ഉണ്ടിവിടെ. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃത കയ്യേറ്റങ്ങളും പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്ന രീതിയിലുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അടുത്ത കാലത്തായി കാക്കപ്പൂക്കളുടെ എണ്ണം കുറയുവാൻ കാരണമാകുന്നുണ്ട്. ചിറക്കൽ ദേവസ്വത്തിന്റെ കീഴിലാണ് മാടായിപ്പാറ. അനധികൃത കയ്യേറ്റം തടയാൻ ദേവസ്വം അധികൃതർ രംഗത്ത് വന്നില്ലെങ്കിൽ മാടായിപ്പാറയിലെ നീലവസന്തം എന്നത് ഒരു ഓർമ്മചിത്രം മാത്രമായി മാറും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പാലാ വയലിലും പരിസര പ്രദേശങ്ങളിലും കവുങ്ങുകൾക്ക് മഞ്ഞളിപ്പ് രോഗം വ്യാപകം. ഇലകൾ മുഴുവൻ മഞ്ഞ നിറത്തിലായി പഴുത്ത് കൊഴിഞ്ഞു വീണ് വ്യാപകമായി നശിക്കുകയാണ് കവുങ്ങുകൾ. നാണ്യവിളകളിൽ വിലയിടിയാതെ നിൽക്കുന്ന പ്രധാന വിളയാണ് അടയ്ക്ക. തേങ്ങയുടെയും റബ്ബറിന്റെയും വില താഴോട്ട് കുതിച്ചപ്പോൾ കർഷകന് ആശ്വാസമായത് കവുങ്ങ് കൃഷിയാണ്. എന്നാൽ പാലാ വയൽ, ചവറഗിരി, നെയ്യാൽ പ്രദേശങ്ങളിൽ കവുങ്ങുകൾ വ്യാപകമായി നശിക്കുകയാണ്. കവുങ്ങിന്റെ ഓലകൾ മഞ്ഞ നിറം വന്ന് പഴുത്ത് തലയോടെ ഒടിഞ്ഞു വീഴുകയാണ് പതിവ്. അതോടെ കവുങ്ങ് നശിക്കുകയും ചെയ്യും. ഈ പ്രദേശങ്ങളിലെ നിരവധി കവുങ്ങുകളാണ് ഈ രൂപത്തിൽ നശിച്ചിട്ടുള്ളത്. മറ്റെല്ലാ നാണ്യവിളകളും തങ്ങളെ ചതിച്ചപ്പോൾ അടയ്ക്ക മാത്രം തങ്ങളെ ചതിക്കില്ലെന്ന പ്രതീക്ഷയിലായിരുന്ന ഈ പ്രദേശത്തെ കർഷകർക്ക് ഈ രോഗം ഇരുട്ടടിയായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ആരംഭിച്ച NBS പുസ്തകോത്സവത്തിന് തിരക്കേറുന്നു. കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങൾ ആകർഷകമായ വിലക്കുറവിലാണ് പുസ്തകപ്രേമികൾക്കായി എത്തിച്ചിരിക്കുന്നത്. ഇത് ആദ്യമായാണ് നാഷണൽ ബുക്ക് സ്റ്റാൾ നേരിട്ട് പയ്യന്നൂരിൽ പുസ്തകമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മലയാള ഭാഷയുടെ പ്രമുഖ സാഹിത്യ സഹകരണ സംഘത്തിന്റെ വിൽപ്പന ഭാഗമായ NBSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുസ്തകമേള ഓഗസ്റ്റ് 7 വരെ നീണ്ടുനിൽക്കും. NBSന്റെ പുസ്തകങ്ങൾക്കൊപ്പം കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങളും ഇംഗ്ലീഷ് പുസ്തകങ്ങളും മേളയിൽ വിൽപ്പനയ്ക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടും നൽകുന്നതായി സംഘാടകർ പറയുന്നു. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, ബാലസാഹിത്യ കൃതികൾ എന്നിവയ്ക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട്.
മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് അന്ത്യാഞ്ജലിയുമായി തൃക്കരിപ്പൂർ കൂലേരി GLP സ്കൂൾ വിദ്യാർത്ഥികളുടെയും PTA നേതൃത്വത്തിൽ മൗനജാഥയും അനുസ്മരണ സമ്മേളനവും നടത്തി. GLP സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച മൗനജാഥ ബസ് സ്റ്റാൻഡ് ചുറ്റി വെള്ളാപ്പ് റോഡ് വഴി സ്കൂളിൽ സമാപിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും PTA ഭാരവാഹികളും മൗനജാഥയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രശസ്ത വാന നിരീക്ഷകൻ വെള്ളൂർ ഗംഗാധരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ രീതിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാൻ, അതുപോലെ തന്നെ ഏറ്റവും ജനകീയനായ ആൾ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ സംഭവം നടന്ന ഒരു സന്തോഷത്തോടു കൂടി ആയിരിക്കാം അദ്ദേഹം ഈ ലോകത്തുനിന്ന്. പ്രവർത്തന മികവും ആത്മാർത്ഥതയും സത്യസന്ധതയും കൃത്യനിഷ്ഠതയുമുള്ള നേതാവും ശാസ്ത്രജ്ഞനുമായിരുന്നു APJ അബ്ദുൽ കലാം എന്ന് ഗംഗാധരൻ മാസ്റ്റർ പറഞ്ഞു. ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്ക് ഊർജം പകരുകയും സഞ്ചരിക്കുന്നിടത്തെല്ലാം ഊർജ്ജപ്രവാഹമായി മാറുകയും ചെയ്ത നേതാവായിരുന്നു കലാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. PTA പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ MP രാഘവൻ മാസ്റ്ററും TK ശ്യാമള ടീച്ചറും പരിപാടിയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി ഹരിത പച്ചക്കറി ക്ലസ്റ്ററിന് സംസ്ഥാനത്തെ മികച്ച പച്ചക്കറി ക്ലസ്റ്ററിനുള്ള അവാർഡ്. ചിങ്ങം 1 കർഷക ദിനത്തിൽ അവാർഡ് ഏറ്റുവാങ്ങും. ഇരിനാവ് അറവാടി തവ പ്രദേശം കാർഷിക വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റി പച്ചക്കറി കൃഷിയിൽ മുന്നേറ്റം കുറിച്ച കല്യാശ്ശേരി ഹരിത പച്ചക്കറി ക്ലസ്റ്ററിന് ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. തരിശായി കിടന്നിരുന്ന 15 ഏക്കർ കൃഷിഭൂമി ഹരിതാപമാക്കിയാണ് ഹരിത 1ാം സ്ഥാനത്തെത്തിയത്. 14 ഗ്രൂപ്പുകളിലായി 72 അംഗങ്ങളാണ് ഹരിതയുടെ കരുത്ത്. കല്യാശ്ശേരി കൃഷിഭവന്റെയും ഇരിനാവ് സർവീസ് സഹകരണ ബാങ്കിന്റെയും പ്രദേശത്തെ കർഷക പ്രസ്ഥാനങ്ങളുടെയും നിർദ്ദേശവും സഹകരണവുമാണ് ഇവർക്ക് ഏറെ പ്രചോദനമേകിയത്. രാവിലെ 7 മണി മുതൽ കർഷകർ കഠിനാധ്വാനം ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ കൂലിപ്പണിക്കാർ വരെയുള്ളവർ ഹരിതയിൽ അംഗങ്ങളാണ്. പൂർണ്ണമായും ജൈവ കൃഷിയായിരുന്നു ഇവർ നടത്തിയിരുന്നത്. പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താൻ വിപണന കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. വിഷരഹിത പച്ചക്കറിക്ക് ഏറെ ഡിമാൻഡുള്ള ഇക്കാലത്ത് ഹരിതയുടെ പച്ചക്കറിക്ക് ആവശ്യക്കാർ ഏറെയാണ്. PP ശശികുമാർ സെക്രട്ടറിയും M ജനാർദ്ദനൻ പ്രസിഡന്റും K രാജീവൻ കോർഡിനേറ്ററുമായ 17 അംഗ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത്. കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോളി അലക്സ്, കൃഷി ഓഫീസർ ബേബി റീന, രാധാകൃഷ്ണൻ, ഡോക്ടർ ജയരാജൻ എന്നിവരുടെ നിർദ്ദേശങ്ങൾ ഇവർക്ക് ഏറെ പ്രചോദനമായി. പ്രശസ്ത ചിത്രകാരൻ സദു അലിയൂരിന്റെ ചിത്രപ്രദർശനം വില്ലേജ് ആർട്ട് ഗ്യാലറിയിൽ തുടരുന്നു. രാജ്യത്തിനകത്തും പുറത്തും അംഗീകരിക്കപ്പെട്ട ഈ ചിത്രകാരന്റെ ചിത്രങ്ങൾക്ക് വിപുലമായ പ്രേക്ഷക ശ്രദ്ധയാണ് ലഭിക്കുന്നത്. ആവിഷ്കരണത്തിന് എളുപ്പം വഴങ്ങിത്തരാത്തതാണ് ജലച്ചായം എന്നാണ് ചിത്രകാരന്മാർ തന്നെ പൊതുവെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജലച്ചായ ചിത്രണത്തിൽ കാട്ടുന്ന കയ്യൊതുക്കമാണ് സദു അലിയൂരിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ആസ്വാദക ശ്രദ്ധയിൽ ആദ്യം പതിയാനിടയുള്ളത്. രാജ്യത്തെ ജലച്ചായ ചിത്രകാര കൂട്ടായ്മയിൽ മുൻനിരയിൽ ഇരിപ്പിടം നേടിയെടുക്കാൻ ഇതിനകം ഈ ചിത്രകാരന് സാധിച്ചിട്ടുണ്ട്. വ്യത്യസ്ത വർണ്ണങ്ങളിൽ കോറിയിടുന്ന ഏതാനും വരകൾ കൊണ്ട് ഭാവനയുടെയും യാഥാർത്ഥ്യത്തിന്റെയും വലിയൊരു ലോകമാണ് സദു അലിയൂർ നമുക്ക് മുന്നിൽ വിരിച്ചിടുന്നത് എന്ന് വിന്റേജ് ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ 36 ചിത്രങ്ങളും ബോധ്യപ്പെടുത്തുന്നുണ്ട്. പാതി ഇരുണ്ടതും നരച്ചതുമായ വകഭേദങ്ങളോടെ വയലറ്റിന്റെയും നീലയുടെയും പലവിധ കോമ്പിനേഷനുകളിലായാണ് ഈ പ്രകൃതി ചിത്രങ്ങളിൽ അധികവും വാർന്നു വീഴുന്നത്. വർണ്ണങ്ങളുടെ മനഃശാസ്ത്രം പഠിക്കുന്ന ഒരാൾക്ക് വിപുലമായ വ്യാഖ്യാന സാധ്യതകൾ അവശേഷിപ്പിക്കുന്നവയാണ് ഈ വർണ്ണാഭിമുഖ്യം. കെട്ടിടങ്ങളുടെയും വ്യക്തികളുടെയും അകത്തളങ്ങളല്ല, പുറം ലോകത്തിന്റെ വിശാലതയാണ് ഈ ചിത്രകാരനെ പ്രധാനമായും പ്രചോദിപ്പിക്കുന്നത് എന്നതും വിശകലന സന്നദ്ധതയോടെ നിൽക്കുന്നു. പയ്യന്നൂരിലെ ചിത്രകാര കൂട്ടായ്മയായ വിന്റേജ് ആർട്ട് ഗാലറി ഒരുക്കുന്ന 4ാമത്തെ ഈ ചിത്ര പ്രദർശനവും വിപുലമായ ആസ്വാദക ശ്രദ്ധ നേടിക്കൊണ്ടാണ് മുന്നേറുന്നത്. സാമൂഹ്യ വനവൽക്കരണ പരിപാടി ആലില പദ്ധതിയുടെ ഭാഗമായി മർച്ചന്റ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. വ്യാപാര ഭവന് സമീപത്ത് നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് KV ലക്ഷ്മണൻ വൃക്ഷത്തൈ വിതരണം ചെയ്തു. അസോസിയേഷൻ ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. മർച്ചന്റ് വെൽഫെയർ സൊസൈറ്റി തൃക്കരിപ്പൂരിന്റെ ആഭിമുഖ്യത്തിൽ ഈ ഒരു വനവൽക്കരണ ആലില പരിപാടി ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കുമെന്ന് എല്ലാ മരങ്ങളും വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രകൃതിക്ക് തന്നെ വലിയ വിഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വരുന്ന തലമുറക്ക്
കേളോത്ത് തണൽ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൈരളി ഓഡിറ്റോറിയം മുതൽ കേളോത്ത് വരെയുള്ള റോഡ് ശുചിയാക്കി. റോഡ് സൈഡിലെ കാടുകൾ വെട്ടിത്തെളിക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. സംഘം പ്രസിഡന്റ് കൈലാസൻ മാസ്റ്റർ, സെക്രട്ടറി പീറ്റർ കൊളക്കാട്, മനോജ് എം, കെ കുമാർ, പ്രദീപൻ എം എന്നിവർ സംസാരിച്ചു. ഇനി മാറ്റൊലി. സംസ്ഥാന സർക്കാർ ബാറുകൾ പരിമിതപ്പെടുത്തിയ ശേഷം കേരളത്തിൽ മദ്യപാനം കുറഞ്ഞിട്ടുണ്ടോ? പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. ബാറ് പൂട്ടിയോണ്ട് മദ്യപാനം കുറഞ്ഞു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം മദ്യപിക്കുന്നവർക്ക് ബാറൊരു വിഷയമല്ല, അവരെവിടെ പോയാലും മദ്യപിക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ബീവറേജുകളിലും നീണ്ട ക്യൂ നിന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അടിക്കുന്നൊരു പ്രവണത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബാറുകൾ പൂട്ടിയതുകൊണ്ട് മദ്യപാനം കുറഞ്ഞു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. മദ്യപാനം കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, മദ്യപാനത്തിൻ്റെ ഒപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടി എന്നാണ് ഇന്ന് പത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഇത് എന്തായാലും കുടിയന്മാരെന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇത് നിർത്തുന്ന കാര്യം. അങ്ങനെയാണ് ഇപ്പം ഇവിടെ കണ്ടുവരുന്നത്. ഞാനിപ്പോൾ ഒരു 15, 16, 17 ദിവസമായിട്ട് ഇവിടെ എത്തിയിട്ട് ഞാനൊരു പ്രവാസി കൂടിയാണ്. അപ്പോൾ എൻ്റെ മേഖലകളൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പം ഇങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. പല മേഖലയിൽ നിന്നും വണ്ടികളിൽ ഇവർ സാധനം കൊണ്ടുവന്നിട്ട് പിന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ശ്രദ്ധയിൽ എന്തായാലും പെടുത്തു തന്നെ ചെയ്യും. പിന്നെ ബാറുകൾ അടച്ചിട്ടുകൊണ്ട് മദ്യപാനം കുറഞ്ഞു വരുന്നു എന്നുള്ളത് തീർത്തും അസംബന്ധമാണ്. അങ്ങനെ പറയാൻ കാര്യം, ഞാൻ ഈ ബീവറേജ് കോർപ്പറേഷൻ നിൽക്കുന്ന ആ ഏരിയയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ രാവിലെ 8:30 തന്നെ അവിടെ ഒരു നീണ്ട ക്യൂവിൻ്റെ ഷട്ടർ തുറക്കുന്നതിന് മുമ്പേ അവിടെ ആളെ കാണുന്നു. ഉച്ചയ്ക്ക് ഞാൻ ബാങ്കിലേക്ക് പോകുമ്പോഴും അതേ തിരക്ക്, അതിനേക്കാളും തിരക്കിടെ കാണുന്നുണ്ട്. പിന്നെ അതുകൂടാതെ വൈകുന്നേരം ആണെങ്കിൽ അവിടെ പോലീസ് വന്ന് നിയന്ത്രിക്കുന്നൊരവസ്ഥ ഇപ്പോൾ ഉള്ളത്. നമ്മൾ മുമ്പ് വിചാരിച്ചത് പിന്നെ നമ്മുടെ ഈ റെയിൽവേ ഗേറ്റ് അവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ്. ഈ ബാറ് അടച്ചിട്ട് ബാറിൻ്റെ അവിടെ ആളില്ല, പക്ഷേ ആ ആൾക്കാരെല്ലാം വളരെ കൃത്യമായിട്ട് പണി കുറച്ച് നേരത്തെ കയറിയിട്ടാന്ന് തോന്നുന്നു. അവിടെ എന്തായാലും ഒരു 6 മണിക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പൂരപ്പറമ്പ് തന്നെയാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പയ്യന്നൂർ ഉപജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച ഏറ്റുകുടുക്ക AUP സ്കൂളിൽ നടക്കും. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഓൺലൈൻ അപേക്ഷ നൽകി ഇനിയും ഹിയറിംഗിന് ഹാജരാകാത്തവർ രേഖകൾ സഹിതം ആഗസ്റ്റ് 1-ന് മുൻപായി പഞ്ചായത്തിൽ ഹാജരാകണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹക്കീം വധം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹ സമരത്തോട് സർക്കാർ കാണിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ നഗരത്തിൽ പൂർണ്ണം. ഹർത്താലിന്റെ ഭാഗമായി ദേശീയപാത ഉപരോധിച്ച സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അടിസ്ഥാന സൗകര്യക്കുറവിൽ വീർപ്പുമുട്ടി വെള്ളോറ ഹോമിയോ ആശുപത്രി. പൊതുജനങ്ങൾക്ക് ആശ്രയമായി മാറേണ്ട ആതുരാലയം രോഗശയ്യയിലായത് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ KSTP ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ നിർത്തിയത് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് തൃക്കരിപ്പൂരിൽ സർവകക്ഷി മൌനജാഥയും അനുസ്മരണ യോഗവും. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ആരംഭിച്ച NBS പുസ്തകോത്സവത്തിന് തിരക്കേറുന്നു. കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങൾ ആകർഷകമായ വിലക്കുറവിലാണ് പുസ്തകപ്രേമികൾക്കായി എത്തിച്ചിരിക്കുന്നത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.